അപ്പോൾ നമ്മൾ പീകോക്ക് പാർക്കിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇത് വരുന്നത് ആക്ച്വലി എമിറേറ്റ്സ് ടവേഴ്സിൻ്റെ പുറകിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ട്രേഡ് സെൻറ്റർ റൗണ്ട് ബോട്ടിൽ അബുദാബിക്കുള്ള റൂട്ടിൽ വരുമ്പം ട്രേഡ് സെൻറ്റർ റൗണ്ട് ബോട്ടിൽ ലെഫ്റ്റ് എടുത്തിട്ട് നേരെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അവിടുന്ന് റൈറ്റ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പാർക്കിലേക്ക് എത്തും, പീകോക്ക് പാർക്കിലേക്ക് എത്തും. ഇവിടെ കണ്ട സൈൻ ബോർഡ് ഉണ്ട്, റെഡ്യൂസ് സ്പീഡ് നൗ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് മൈലുകളുണ്ട് ഇവിടെ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ വന്നത് ആക്ച്വലി കുറച്ച് ബ്രെഡൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അത് പൊടിച്ചിട്ട് കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ അങ്ങനെ അടുത്ത് വന്ന് കഴിക്കുന്നുണ്ട്. നമ്മളധികം പേടിപ്പിക്കുകയും ചെയ്യാതെ സമാധാനമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം വന്ന് കയ്യിലൊക്കെ വന്ന് അടുത്ത് വന്ന് കഴിച്ചോളും. അപ്പം കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ആണെങ്കിൽ നല്ല നല്ല രീതിയിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതിനെ പേടിപ്പിക്കാണ്ടിരുന്നാൽ മതി, അവർ വന്ന് കഴിച്ചോളും. നല്ലൊരു ഏരിയ ആണിത്. രാവിലെ കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഫീഡിങ്ങിനൊക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ടാവും ഇവിടെ. അപ്പം ഞാൻ വന്നത് ആക്ച്വലി 6:30 ആയിട്ടുണ്ട് എത്തുമ്പം. അപ്പം അങ്ങനെ ആകുമ്പോൾ പാർക്കിംഗ് കിട്ടാൻ എളുപ്പമായിരിക്കും ഇവിടെ. അല്ലെങ്കിൽ കുറച്ച് ഫുള്ളാവുന്നുണ്ട്. ഒരു 8:39 ഒക്കെ ആകുമ്പോഴത്തേക്ക് പാർക്കിംഗ് ഒക്കെ ഫുള്ളാവുന്നുണ്ട്. ഇതൊന്ന് കയ്യിൽ വന്നിട്ട് കുത്തി പറിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ റോഡിനൊക്കെ പ്രയോറിറ്റി മൈലുകൾക്കാണ് നമ്മൾ വണ്ടികളൊക്കെ നിർത്തി കൊടുത്തേ പറ്റൂ. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, പ്രാവുകളുടെ കുറച്ച് ഏരിയ ഉണ്ട്. അവിടെ ഇതേപോലെ നമ്മൾ സൈലൻ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഫീഡ് ചെയ്യാൻ പറ്റും, ഓരോന്ന് കഴിച്ചോളും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു വലിയൊരു ഏരിയ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതായത് എമിറേറ്റ്സ് ടവേഴ്സാണ് ഇത് ആക്ച്വലി മാനേജ് ചെയ്യുന്നത്. അവരുടെ അണ്ടറിലാണ് ഇത് കംപ്ലീറ്റ് ഈ ഏരിയ മൊത്തം വരുന്നത്. അപ്പം ഇതാണ് ഏരിയ. ഇതിൻ്റെ പുറകിലായിട്ട് ഒരു പാർക്ക് പോലത്തെ ഏരിയ ഉണ്ട്. ജോഗിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ രാവിലെ നേരത്തെ വന്ന് ജോഗിങ് ഒക്കെ ചെയ്യുകയാണെങ്കിലും പറ്റും. അപ്പം ഇവിടെ നിങ്ങൾക്ക് എമിറേറ്റ്സ് ടവേഴ്സ് നോക്കിയാൽ കാണാം. അതിൻ്റെ ആക്ച്വലി നേരെ പുറകിലായിട്ടാണ് വരുന്നത്. ഇതാണ് പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞത്. ഇവിടെ കുറച്ച് നേരത്തെ വരണം. ഒരു 6:30 7:30 വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് ഒക്കെ കിട്ടും. അല്ലെങ്കിൽ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും, കുറച്ച് ഫുള്ളാവും പാർക്കിംഗ് ഒക്കെ ഒരു 8:30 ആകുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് ഈ കാട്ടിനുള്ളിൽ തന്നെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക. എന്ത് കമൻറ്റ്സ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ്സിൽ ഇട്ടാൽ മതി. എന്തായാലും എനിക്ക് നോട്ടിഫിക്കേഷൻ വരും, ഞാൻ റിപ്ലൈ ചെയ്യും എന്തായാലും.